ഒരു ഉണക്കസ്രാവ് നമുക്ക് കറി വെച്ചാലോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കറി വെക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനായിട്ട് കുറച്ച് ഇഞ്ചി വേണം. അതുപോലെ ഒരു കയ്യോളം ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് കൂടി നമ്മൾ നടുവേ ഒന്ന് കീറിയിടുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ഇത്തിരി മഞ്ഞളും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉണക്കസ്രാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അവസാനം നമുക്ക് ഇത്തിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളി ചേർത്തിട്ടല്ല ഉണക്കസ്രാവ് കറി വെക്കുന്നത്. പകരം നമുക്ക് മുളക് ചേർക്കുന്ന ടൈമിൽ പിഴിപുളി ചേർത്ത് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടി പിഴിപുളിക്കകത്ത് ചേർത്താണ് ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് തിള കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടിച്ചെടുത്ത ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കങ്ങ് താക്കാം. അപ്പോൾ ഉണക്കസ്രാവ് കറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടി ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടി കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉണക്കസ്രാവ് വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബായ്.